ശബരിമലയിലെത്തുന്ന പ്രവാസികളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ദർശന സൌകര്യമൊരുക്കണമെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലം പുറത്തായി. വിവിഐപിമാർക്ക് ശബരിമലയിൽ താമസ സൌകര്യമൊരുക്കണമെന്നും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ജൂലൈ 26-ന്. മുഖ്യമന്ത്രിയുമായി ദർശന വിഷയത്തിൽ ഏറ്റുമുട്ടിയ പ്രയാറിന്റെ ഇരട്ടത്താപ്പ് പുറത്താവുകയാണ്. ശബരിമലയിൽ പണം വാങ്ങി ദർശനം നടപ്പിലാക്കണമെന്ന ആശയത്തെ നഖശികാന്തമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ എതിർത്തത്. ശബരിമലയിലെ VIP ദർശന വിഷയത്തെ ചൊല്ലി മുഖ്യമന്ത്രിയുമായി വാഗ്വാദത്തിലേർപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പുറത്താവുന്നത്. ഈ കഴിഞ്ഞ ജൂലൈ 26-ാം തീയതി ദേവസ്വം ബോർഡ് സെക്രട്ടറി VS ജയകുമാറാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. ശബരിമലയിലെത്തുന്ന പ്രവാസികളിൽ നിന്ന് $25 തുല്യമായ തുക വാങ്ങി ദർശനം അനുവദിക്കാവുന്നതാണെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. കൂടാതെ ശബരിമലയിലെത്തുന്ന VVIP, VIP ഭക്തർക്കും ജഡ്ജിമാർക്കും വിരമിച്ച ജഡ്ജിമാർക്കും ശബരിമലയിൽ പ്രത്യേക താമസ സൗകര്യം ഒരുക്കാവുന്നതാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഇതോടെ ശബരിമല വിഷയത്തിൽ പ്രയാറിന്റെ നിലപാട് രാഷ്ട്രീയ താൽപര്യം മാത്രം മുൻനിർത്തിയുള്ളതാണെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് കൂടുതൽ സാധൂകരിക്കപ്പെടുകയാണ്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. നിലപാടിൽ നിന്നും പുറകോട്ടില്ലെന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജ് അസോസിയേഷൻ. മുഴുവൻ സീറ്റുകളിലും പ്രവേശനം നടത്തുമെന്ന ഉത്തരവ് പിൻവലിക്കണമെന്നും ചർച്ചയ്ക്ക് ഒരുക്കമാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ കൊച്ചിയിൽ വ്യക്തമാക്കി. ഉത്തരവിനെതിരെ മാനേജ്മെന്റ് അസോസിയേഷൻ നാളെ ഹൈക്കോടതിയിൽ ഹർജി നൽകും. സർക്കാരുമായൊരു ഏറ്റുമുട്ടലിനില്ല. പക്ഷേ മുഴുവൻ സീറ്റുകളിലേക്കും പ്രവേശനം നടത്തുമെന്ന ഉത്തരവ് സർക്കാർ പിൻവലിക്കണം. അല്ലാത്തപക്ഷം ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജ് അസോസിയേഷൻ പ്രസിഡന്റ് P. കൃഷ്ണദാസ് പറഞ്ഞു. കോടതി വഴി അവിടെ ഉണ്ട്. അത് മാത്രമല്ല, ഭരണഘടനാപരമായി ഇത് ശരിവെക്കാൻ ഒരു കോടതിക്കും സാധ്യമല്ല. മറ്റ് സംസ്ഥാനത്ത് ഫീസുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കണം. ആന്ധ്രയില് 17 ലക്ഷമാണ് ഫീസ്. NRI 55 ലക്ഷം. ഇതൊക്കെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണ്. മുൻവർഷങ്ങളെ പോലെ 50% സീറ്റ് വിട്ടു നൽകാൻ ഒരുക്കമാണ്. എന്നാൽ ഫീസ് ഘടനയിൽ മാറ്റമുണ്ടാകണം. ജെയിംസ് കമ്മിറ്റി സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അസോസിയേഷൻ കുറ്റപ്പെടുത്തി. അവർ ആദ്യം മനസ്സിലാക്കണം എവിടെയാണ് ഇതിന്റെ ശരികളും ശരിയും. അത് മനസ്സിലാക്കാതെ വെറുതെ ഞങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ട് വെട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞ് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചാൽ സർക്കാരും ഞങ്ങളെപ്പോലുള്ള ആളുകളും പൊതുജനങ്ങളുമാണ് പ്രശ്നത്തിലാവുന്നത്. സർക്കാരുമായി ചർച്ചയ്ക്ക് ഒരുക്കമാണ്. എന്നാൽ ഉത്തരവ് പിൻവലിക്കാതെ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. നെടുമ്പാശ്ശേരിയിൽ ചേർന്ന യോഗത്തിൽ സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉടമകളിൽ ഭൂരിഭാഗം പേരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്തെ സ്വാശ്രയ മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ഇന്ന് ചേരാനിരുന്ന ജെയിംസ് കമ്മിറ്റി യോഗം മാറ്റിവെച്ചു. വിഷയത്തിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റിന്റെ യോഗ തീരുമാനം അറിഞ്ഞ ശേഷമായിരിക്കും കമ്മിറ്റി യോഗം ചേരുക. പ്രവേശന കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ കൂടി ശേഖരിക്കേണ്ടതുണ്ടെന്നും ജെയിംസ് കമ്മിറ്റി അറിയിച്ചു. തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനായി സമഗ്ര പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കാനും വന്ധ്യംകരിച്ച നായ്ക്കൾക്കായി ജില്ലാ ഫാമുകൾ തുറക്കുവാനും സംസ്ഥാന സർക്കാർ തീരുമാനം. ഇതിനായി ജില്ലാ കേന്ദ്രങ്ങളിൽ 2 ഏക്കർ സ്ഥലം അനുവദിക്കും. സെപ്റ്റംബർ മുതൽ പദ്ധതി ആരംഭിക്കുമെന്നും യോഗത്തിൽ തീരുമാനം. തിരികെ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് സഹകരണ ബാങ്കുകൾ വഴി ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായെന്ന് സഹകരണ മന്ത്രി AC മൊയ്തീൻ. പെൻഷൻ കുടിശ്ശികയാണ് സഹകരണ ബാങ്കുകൾ വഴി ആദ്യഘട്ടത്തിൽ വീടുകളിൽ എത്തിച്ചു നൽകുക. 500 കോടി രൂപ ജില്ലാ ബാങ്കുകൾക്ക് കൈമാറിയെന്നും ഓണത്തിന് മുൻപ് മുഴുവൻ പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യുമെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. റിയോ ഒളിമ്പിക്സിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും കടുത്ത അവഗണന നേരിട്ടുവെന്ന് മലയാളി അത്ലറ്റ് OP ജയ്ഷ. ദീർഘദൂര ഓട്ടത്തിനിടെ വെള്ളം ലഭിക്കാതെ തളർന്നു വീണ് ആശുപത്രിയിലായിട്ടും തന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ജയ്ഷ. ഒളിമ്പിക്സ് മാരത്തണിൽ ഇന്ത്യയ്ക്ക് വേണ്ടി പങ്കെടുത്ത പ്രശസ്ത മലയാളി താരം OP ജയ്ഷയ്ക്കാണ് കനത്ത അവഗണന നേരിടേണ്ടി വന്നത്. ഓട്ടത്തിനിടയിൽ തുള്ളി വെള്ളം കൊടുക്കാൻ പോലും ഒറ്റ ഇന്ത്യൻ ഓഫീഷ്യൽസ് ഇല്ലായിരുന്നതിനെ തുടർന്ന് 42.195 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാരത്തണിന്റെ ഫിനിഷിംഗ് ലൈനിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ജയ്ഷ. മാരത്തൺ നടക്കവേ ഗുരുതരമായ വീഴ്ചകളാണ് ഇന്ത്യൻ ഓഫീഷ്യലുകളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ജിഷയ്ക്കു വേണ്ടി ഇന്ത്യൻ ഓഫീഷ്യലുകൾ ആരും തന്നെ ഇല്ലായിരുന്നു. ഒളിമ്പിക്സ് സംഘാടകർ ഏർപ്പെടുത്തുന്നതിനു പുറമെ 4 ഓഫീഷ്യലുകളെ ഇന്ത്യ 4 റിഫ്രഷ്മെന്റ് പോയിന്റുകളിൽ നിയോഗിക്കണമെന്നാണ് അന്താരാഷ്ട്ര നിയമം. അത്ലറ്റിക് ഫെഡറേഷനും കോച്ചുമാണ് ഇതിന് നടപടിയെടുക്കേണ്ടത്. ഒരു രാജ്യത്തെ താരം മറ്റൊരു രാജ്യത്തെ ഓഫീഷ്യലുകൾ നൽകുന്ന പാനീയങ്ങൾ ഉപയോഗിക്കരുതെന്നും ചട്ടമുണ്ട്. ഇന്ത്യയുടെ ബോർഡ് എഴുതിയിട്ടുള്ള അതിൽ മാത്രം ഒരു വെള്ളമോ ഒന്നുമില്ലായിരുന്നു. അത് ശരിക്കും എനിക്ക് ഒരുപാട് ഇതായി. അപ്പൊ എന്റെ ഫിനിഷിന് ശേഷം എനിക്ക് കാണാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഞാൻ 2-2.5 മണിക്കൂർ എനിക്ക് ബോധമില്ലാത്ത അവസ്ഥയായിരുന്നു. ബോധമില്ലാതെ നേരെ അവർ എന്നെ കൊണ്ട് ഐസിൽ കിടത്തും. ഐസ് കിടത്തി. അത് കഴിഞ്ഞിട്ട് എന്റെ ടെമ്പറേച്ചർ നോർമൽ ആവുന്നില്ലായിരുന്നു. 1-2 മണിക്കൂറിലേക്ക് എന്റെ പൾസ് ഒന്നും പറക്കാവുന്നില്ലായിരുന്നു. സ്പോർട്സ് ഡെസ്ക്.
പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ന്യൂക്ലിയസ് പ്രീമിയം പ്രോപ്പർട്ടീസിന്റെ രാജ്യാന്തര നിലവാരത്തിലുള്ള ഇന്റീരിയർ ഡിസൈനിംഗ് വിഭാഗം ന്യൂക്ലിയസ് ഇൻസൈഡ് പ്രവർത്തനം തുടങ്ങി. വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കും ശൈലികൾക്കും അനുസൃതമായി വ്യത്യസ്തമാർന്ന ബ്രാൻഡഡ് ഇന്റീരിയർ ഡിസൈനുകളാണ് ന്യൂക്ലിയസ് വാഗ്ദാനം ചെയ്യുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ NP നിഷാദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യയിലുടനീളമുള്ള ഓഫീസുകൾക്ക് പുറമെ ഗൾഫ് രാജ്യങ്ങളിലും ന്യൂക്ലിയസിന് ഓഫീസുകളുണ്ട്. NP നിഷാദ്, NP നൌഷാദ്, NP നാഷിദ്, NP അബ്ദുൽ നാസർ എന്നിവരാണ് ന്യൂക്ലിയസിന്റെ സാരഥികൾ. ഗൃഹോപകരണ വിതരണ രംഗത്ത് ഗുണമേന്മയിലും വിശ്വാസ്യതയിലും ഉപഭോക്താക്കളുടെ അംഗീകാരം നേടിയ പിട്ടാപ്പള്ളിൽ ഗ്രൂപ്പിന്റെ 28ാമത് ഷോറൂം ഇരിഞ്ഞാലക്കുടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം ക്യാപ്റ്റൻ രാജു, പിട്ടാപ്പള്ളിൽ ഗ്രൂപ്പ് ചെയർമാൻ പി ഔസേ പിട്ടാപ്പള്ളിൽ എന്നിവർ ചേർന്ന് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓണക്കാലത്ത് പ്രത്യേക ഓഫറുകളാണ് പിട്ടാപ്പള്ളിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടന ദിവസമായ ഇന്ന് ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നൽകും. കോഴിക്കോടും ഈ മാസം പുതിയ ഷോറൂം തുറക്കുമെന്ന് പിട്ടാപ്പള്ളിൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോട്ട് പിട്ടാപ്പള്ളിൽ അറിയിച്ചു. പ്രമുഖ വസ്ത്രനിർമ്മാതാക്കളായ രാംരാജ് കോട്ടന്റെ കേരളത്തിലെ ആദ്യ ഷോറൂം പാലക്കാട് പ്രവർത്തനം ആരംഭിച്ചു. സുൽത്താൻപേട്ടയിലെ ഷോറൂം വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബി വി ചുങ്കത്ത് ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന രാംരാജ് MD കെയർ നാഗരാജ്, KE വെങ്കടേഷ് നൽകി നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ MB രാജേഷ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ശാന്തകുമാരി, നഗരസഭാ വൈസ് ചെയർമാൻ C കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം കൊച്ചിയിൽ നിന്നും പുറപ്പെട്ടു. 450 ഹാജിമാരാണ് സംഘത്തിലുള്ളത്. മന്ത്രി KT ജലീൽ വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖാന്തരം ഈ വർഷം ഹജ്ജിന് പോകുന്ന 10,214 പേരിൽ ആദ്യ സംഘമാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടത്. മന്ത്രി KT ജലീൽ, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കോട്ടുമല ബാപ്പു മുസ്ലിയാർ, ET മുഹമ്മദ് ബഷീർ MP തുടങ്ങിയവർ തീർത്ഥാടകരെ യാത്രയാക്കാനെത്തിയിരുന്നു. സൗദി എയർലൈൻസ് ആണ് ഈ വർഷം ഹജ്ജ് സർവീസ് നടത്തുന്നത്. ഇനി 1-ാം തീയതി വരെ എല്ലാ ദിവസവും 2 വിമാനങ്ങളാണ് ഹജ്ജ് തീർത്ഥാടകർക്കായി ഒരുക്കിയിട്ടുള്ളത്. 2-ാം തീയതി മുതൽ 5 വരെ ഓരോ വിമാനവും ഉണ്ടാകും. രാത്രിയോടെ മക്കയിലെത്തുന്ന ആദ്യ സംഘത്തിന് ഇന്ന് തന്നെ കഅബ പ്രദക്ഷിണവും ഉംറയും നിർവഹിക്കാൻ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശബരിമല വിഷയത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിശ്വാസികളിൽ നിന്ന് ഇടതുപക്ഷത്തെ അകറ്റാനുള്ള ശ്രമങ്ങൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ടെന്നും ആരാധനാലയങ്ങൾ പൊളിക്കാൻ നടക്കുന്നവർ എന്ന പ്രചാരണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുളയിലെ നുള്ളിക്കളയാൻ കൊതിച്ചവർ നടത്തിയതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അത്തരം പ്രചാരണങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നാനാജാതി മതങ്ങളിൽപ്പെട്ടവരും ജാതിമത പരിഗണനകൾ ഇല്ലാത്തവരുമായ ബഹുജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രതീക്ഷയും വിശ്വാസവും അർപ്പിക്കുന്നതെന്നും പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ജമ്മുകശ്മീരിലെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പെല്ലറ്റ് പ്രയോഗം അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് പ്രതിപക്ഷം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കശ്മീരിൽ തുടരുന്ന സംഘർഷം വേദനാജനകമാണെന്ന് പ്രതിപക്ഷത്തോട് പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം സംഘർഷം തുടരുന്ന കശ്മീരിലെ ബരാമുള്ളയിൽ വൻ ആയുധശേഖരം പിടികൂടി.